ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഏലിയ സ്ലീവ മൂശാകാലം രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുക. ഈശോയുടെ രൂപാന്തരീകരണത്തിന് ശേഷം മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ഈശോയുടെ അടുത്ത് ശിഷ്യന്മാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഏലിയ ആദ്യം വരണേ എന്നൊക്കെ ചോദിക്കുന്നതാണ്. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അവരുടെ പ്രവാചകന്മാർ. രാജാക്കന്മാരും പുരോഹിതന്മാരും ഉണ്ടെങ്കിൽ തന്നെയും പ്രവാചകന്മാർക്ക് യഹൂദ ജനതയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അവര് യഹോവയുടെ നാവാണ്. നീതിയുടെയും ധാർമ്മികതയുടെയും ശബ്ദമായിട്ട് മാറിയുന്നവരാണ് ഇസ്രായേലിന്റെ പ്രവാചകന്മാരെല്ലാവരും തന്നെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഏലിയ പ്രവാചകൻ. ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകം നമുക്കറിയാം. ഏലിയ പ്രവാചകനാണ് ബാലിന്റെ 450ഓളം പുരോഹിതന്മാരെ കാർമൽ മലയിൽ വെച്ച് കൊന്നു കളഞ്ഞ കാര്യമൊക്കെ ഉണ്ട് നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല ഏലിയ പ്രവാചകനെ സ്വർഗത്തിലേക്ക് അഗ്നിരഥത്തിൽ യഹോവ കൊണ്ടുപോയി കർത്താവ് എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഏലിയ മരിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. ഇസ്രായേൽക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് ഏലിയ പ്രവാചകൻ. നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പ്രവാചകന്മാരാകുന്ന നീതിയുടെ ധാർമ്മികതയുടെ ശബ്ദങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തെറ്റ് തെറ്റാണെന്ന് പറയാനായിട്ട് ഇവിടെ ആരും തയ്യാറാകുന്നില്ല. പ്രവാചകന്മാരുടെ പ്രത്യേകത അതായിരുന്നു. സമൂഹത്തിലെ അനീതിക്കെതിരെ ശബ്ദമുയർത്താനായിട്ടുള്ള ഒരു ധാർമ്മിക സ്വരം, ഒരു ധൈര്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ, ജീവിതത്തിൽ എവിടെയാണ്, രാജ്യത്ത്, സമൂഹത്ത്, സഭയിൽ, പള്ളിയിൽ, പാർട്ടിയിൽ അനീതി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. പഴയ കഥയാണ്. നമുക്കറിയാം, ഒരു രാജാവ് ഓരോ ദിവസവും വേഷം മാറി മനോഹരമായ വസ്ത്രങ്ങളിലൂടെ രഥത്തിലൂടെ രാജവീതിയിൽ ഇങ്ങനെ നടക്കും. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ കൈയടിച്ച് രാജാവിന്റെ വസ്ത്രത്തെക്കുറിച്ചും രാജാവിനെ കുറിച്ചും ഇങ്ങനെ പുകഴ്ത്തി പറയണം. അങ്ങനെ ഒരു ദിവസം രാജാവ് ഇങ്ങനെ വല കൊണ്ട് നെയ്ത ഒരു വസ്ത്രത്തിൽ ഇങ്ങനെ ഈ പറയുന്ന രാജവീതിയിലൂടെ രഥത്തിൽ നടക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് രാജാവിന്റെ വസ്ത്രത്തെ മഹത്വപ്പെടുത്തി പുകഴ്ത്തി പറയാണ്. കൂട്ടത്തിലിരുന്ന കൊച്ചി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പറയണേ, അയ്യേ രാജാവ് നഗ്നനാണ്, അയ്യേ രാജാവ് നഗ്നനാണ്. ഇതാണ് പ്രവാചക ശബ്ദം എന്ന് പറയുന്നത്. അതായത് ഒരാള് ചെയ്യുന്ന കാര്യത്തെ അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു ധാർമ്മിക ബോധം. ഏലിയ പ്രവാചകന്റെ കാര്യം തന്നെ എടുക്കണം. ജസബേൽ രാജ്ഞിയും ആഹാബ് രാജാവും ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാനായിട്ടുള്ള ധാർമ്മിക ബോധം അദ്ദേഹത്തിനുണ്ടായി. ഈശോ പറയുന്നത് എങ്ങനെയാണ്? ഏലിയ വരുന്നു, തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു എന്നാണ് പറയുന്നത്. ഈശോയുടെ കാലത്തെ ഏലിയായിട്ട് ഈശോ സൂചിപ്പിക്കുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. അതായത് ആ കാലത്തെ ധാർമ്മികതയുടെ സ്വരമായിട്ട് നിന്നിരുന്നത് സ്നാപക യോഹന്നാനായിരുന്നു. ഹെറോദോസ് രാജാവിന്റെ ദുഷ്ടചെയ്തികളെ യോഹന്നാൻ എതിർത്തു. ആഹാബ് രാജാവും ജസബേൽ രാജ്ഞിയും ചെയ്ത മോശമായ കാര്യങ്ങളെ, ഏറെ പ്രത്യേകിച്ച് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അന്യായമായി കൈവശപ്പെടുത്തിയത് മൂലമുള്ള ആ കാര്യത്തെ തെറ്റാണെന്ന് പറയാനായിട്ട് ഏലിയ പ്രവാചകന് കഴിഞ്ഞു. അതുമൂലം അദ്ദേഹത്തിന് നാട് വിട്ട് ഓടേണ്ടി വന്നു. ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു മരുഭൂമിയിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നു. എന്നിട്ടും ദൈവിക സംരക്ഷണം ഏലിയ പ്രവാചകൻ ഉണ്ടായിരുന്നു. ബൈബിളിൽ പറയുന്നത് കാക്കകൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. തെറ്റ് തെറ്റാണെന്ന് പറയുന്നവർക്ക് എല്ലാം സംഭവിക്കുന്ന കാര്യം ഇതാണ്, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം മറ്റുള്ളവർ അവരോട് ചെയ്യുന്നു എന്നതാണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ഒരാൾക്ക് ഇഷ്ടമുള്ളതൊന്നും മറ്റുള്ളവരടുത്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പാടില്ല. സ്നാപക യോഹന്നാന്റെ അടുത്ത് അവനെ തലവെട്ടി കളഞ്ഞു എന്നാണ് പറയണേ ഹെറോദോസ് രാജാവ് അവനോടുള്ള ദേഷ്യ നിമിത്തം. നമുക്ക് ഇഷ്ടമുള്ളത്, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ഭർത്താവിന്റെ അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയല്ല. ഭർത്താവിന് ഇഷ്ടമുള്ളതെല്ലാം തന്നെ ഭാര്യയുടെ അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയല്ല. അതല്ലെങ്കിൽ ഒരു ഓഫീസിലെ ബോസിന് ഇഷ്ടമുള്ള ഇതുപോലെ തന്നെ സബോർഡിനേറ്റ്സിന് അടുത്ത് പെരുമാറുന്ന തുടങ്ങി കഴിഞ്ഞാൽ അത് ശരിയല്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ കാണും, ഈ സിനിമാ മേഖലയിൽ നടന്മാര് അവർക്ക് തോന്നിയ എല്ലാ കാര്യങ്ങളും നടിമാരുടെ മേലെ കെട്ടിയേൽപ്പിക്കുന്നു, ചെയ്യിപ്പിക്കുന്നു. അത് ശരിയല്ല. ഒരാൾ തനിക്ക് ഇഷ്ടമുള്ളത് എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ, മറ്റൊരാളോട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള സമയത്ത് ഈ നീതിബോധത്തോടു കൂടി ധാർമ്മികതയോടുകൂടി സംസാരിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഒരു പ്രവാചക ശബ്ദം, പ്രവാചക ധീരത എന്ന് പറയുന്നത്. ഈ കാലത്തെ കാരസൂസിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഏലിയായുടെ തീഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി. ഏലിയായുടെ തീഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി. അതായത് ഏലിയായുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തീഷ്ണതയാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ചോദിക്കുകയാണ്, ഏലിയ നീ അവിടെ എന്തെടുക്കുകയാണ്? പ്രവാചകൻ പറയാണ്, സൈന്യങ്ങളിലെ അധിപനായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് തീഷ്ണതയാവുക. ഏലിയായുടെ ഏറ്റവും വലിയ പ്രത്യേകത
അവൻ എന്ത് ചെയ്തുവോ കർത്താവിനെ കുറിച്ചുള്ള ഒരു തീഷ്ണതയാൽ അവൻ ജ്വലിച്ചു. പൗലോസ് പറയുന്ന കാര്യം അതിനെയാണ്, തീഷ്ണതയാൽ ജ്വലിച്ച് ആത്മാവിൽ മാന്ദ്യം കൂടാതെ ജീവിക്കാനായിട്ട് പറ്റുക. നമ്മൾ എന്ത് ചെയ്യുന്നു അതിലൊക്കെ കുറച്ചും കൂടി ഒരു തീഷ്ണത ഉണ്ടാവുക. ജോലി ചെയ്യുന്ന കാര്യങ്ങളിൽ, പഠനത്തിന്റെ കാര്യത്തിൽ, സ്നേഹത്തിന്റെ കാര്യത്തിൽ, സഹായത്തിന്റെ കാര്യത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് തീഷ്ണമായിട്ട് ചെയ്യാൻ കൂടിയും ഈ ഏലിയ സ്ലീഹ മൂശ കാലവും ഏലിയ പ്രവാചകന്റെ ജീവിതവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശിംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശിംശിഹായ്ക്ക് സ്തുതിയായിരിക്കും.